എല്ലാവർക്കും നമസ്കാരം. ഒരു സിനിമയുടെ കഥയോ തിരക്കഥയോ ഒക്കെ കൺസീവ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ എഴുതപ്പെടുന്നതോ ഒക്കെ വലിയ സമയമെടുത്ത് വലിയ എഫേർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന സിനിമകളിൽ പലതിനോടും നോ പറയേണ്ടി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിലയിരുത്തലുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുമുണ്ട്, ചിലത് ശരിയായിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ഒരു ഭാഗ്യവും ഒരു ഭംഗിയും എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവചനാതീതമായ ഒരു സർഗാത്മകത, ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെയുള്ള അത്ഭുതകരമായിട്ടുള്ള പല കഥാസന്ദർഭങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരവും ഇതൊക്കെ സിനിമ തരുന്ന ഭാഗ്യവും ഭംഗിയുമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് ഇവിടെ ഡെന്നിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് 2 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് ഒരു റൈറ്റേഴ്സ് യൂണിയൻ്റെ വർക്ക്ഷോപ്പ് നടന്നത്. അന്ന് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ലോഹി സാറിൻ്റെ പേരിലുള്ളതായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഉണ്ണിയേട്ടനോട് സംസാരിച്ചപ്പോൾ അന്ന് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും പിന്നീട് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ സംഭാവനകൾ നമുക്ക് തരാൻ പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ വലിയ സങ്കടത്തോട് പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാകുന്ന നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും വളരെ ഡെന്നിസ് ജോസഫ് സാറിൻ്റെ കാര്യം എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ന്യൂഡൽഹി അല്ലെങ്കിൽ രാജാവിൻ്റെ മകൻ, ആകാശദൂത് പോലെയുള്ള മലയാള സിനിമയുടെയും മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളുടെയൊക്കെ അഭിനയ ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറ്റിയ സിനിമകളുടെയൊക്കെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. ആ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ജോഷി സാറിനെ പോലെയുള്ള സംവിധായകരും ഇന്ന് ഈ കൂട്ടായ്മയിൽ ഉണ്ട്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹപ്രവർത്തകരാണ് ഷാജി സാറും ഷിബി സാറും എല്ലാവരും ഉണ്ട്, ഉണ്ണിയേട്ടനും ഒക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വീക്ഷണവും ഒരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ മുതൽക്കൂട്ടാവട്ടെ, ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല മാറ്റങ്ങളുടെ ഭാഗമാവാൻ, നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ അവസരം ഉണ്ടാവട്ടെ. ഈ ഒരു അവസരം ആരും ഉപയോഗിക്കാതെ പോകരുത്. നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് ഈ ഒരു അവസരത്തിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനും ബഹുമാനപ്പെട്ട ഉണ്ണിയേട്ടനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന 2ാമത്തെ വർക്ക്ഷോപ്പാണിത്. ആദ്യത്തെ വർക്ക്ഷോപ്പ് മഞ്ജു സൂചിപ്പിച്ച പോലെ ആദരണീയനായ ലോഹിതദാസിൻ്റെ സ്മരണാർത്ഥമായിരുന്നു. ഇത് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റായി ദീർഘകാലം പ്രവർത്തിക്കുക കൂടി ചെയ്ത പ്രിയപ്പെട്ട ഡെന്നിസ് ജോസഫിൻ്റെ മെമ്മോറിയലായിട്ടാണ് ഞങ്ങൾ ഈ വർക്ക്ഷോപ്പിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വർക്ക്ഷോപ്പിൽ നിന്നും പങ്കാളിത്തം കുറെ കൂടി വിപുലമാണ് ഇത്തവണ. ആദ്യത്തെ വർക്ക്ഷോപ്പിനും ഈ വർക്ക്ഷോപ്പിനും ഇടയ്ക്ക് കോവിഡ് വന്നു. അതുകൊണ്ട് ആദ്യത്തെ വർക്ക്ഷോപ്പിൻ്റെ ഫോളോ അപ്പുകളും അത്ര കൃത്യമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ റൈറ്റേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജിനു നിങ്ങളോട് സംസാരിക്കും. റൈറ്റേഴ്സ് യൂണിയൻ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയിലേക്ക് പുതിയ എഴുത്തുകാർ, അത് ഈ വർക്ക്ഷോപ്പിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ കുറേയധികം പേർ
ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണം എന്നുള്ളതാണ്.